ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ്. ഇന്ന് ചിങ്ങം 1-ാം തീയതി, ഓണമൊക്കെ ഇങ്ങ് എത്താറായി. അപ്പോൾ നമുക്ക് ഇന്ന് ഓണം സദ്യ സ്പെഷ്യൽ ഒരു ക്യാബേജ് ക്യാരറ്റ് തോരൻ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ക്യാബേജും അതുപോലെ തന്നെ ഒരു ക്യാരറ്റും എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ക്യാബേജിൻ്റെ പകുതി മാത്രമാണ് കേട്ടോ എടുക്കുന്നത്. ഇനി അതൊക്കെ നല്ലപോലെ ഒന്ന് കഴുകി ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, അതുപോലെ നല്ല എരിവുള്ളൊരു പച്ചമുളക് ഇങ്ങനെ കട്ട് ചെയ്തത്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, അതുപോലെ ഈ ഒരു ബൗളിൽ ഇത്രയും തേങ്ങാപ്പീര, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി തോരൻ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചട്ടി ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് ഉഴുന്നുപരിപ്പുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഉഴുന്നൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് 2 വറ്റൽമുളക് ഇതുപോലെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനുണ്ടല്ലോ ഇതിലേക്ക് ഒരു ചെറിയ അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാവുക. അതുപോലെ തന്നെ ചുവന്നുള്ളി ഇതുപോലെ കട്ട് ചെയ്ത് 2 ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് വേപ്പിലയും, ഇത്രയും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജും ക്യാരറ്റും ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് വേണമെങ്കിൽ ഇനി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വെക്കാം കേട്ടോ. ഇനി ഇത് ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നമുക്ക് വേണമെങ്കിലുണ്ടല്ലോ ഇതിലേക്ക് ഒരു സവാള തീരെ പൊടിയായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ തയ്യാറാക്കുമ്പോൾ സവാള ചേർക്കാറില്ല. ഇതിപ്പോൾ നല്ല പോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി പതുക്കെ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തും കൂടി കൊടുത്ത് ഒരു 5 മിനിറ്റ് കൂടി വെക്കാം കേട്ടോ. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ ക്യാബേജ് ക്യാരറ്റ് തോരൻ തയ്യാറായിട്ടുണ്ട്. നമ്മുടെ ചാനലിലുണ്ടല്ലോ ഒത്തിരി ഓണം റെസിപ്പീസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണേ. മാത്രമല്ല ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ഓണത്തിന് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ. മാത്രമല്ല ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.